ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോമിഗ്രാനൈറ്റിൻ്റെ ഷെയ്ക്കാണ്. അതായത് നമ്മുടെ ഉറുമാമ്പഴം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഷെയ്ക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അന്നേരം തന്നെ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ പോമോഗ്രാനൈറ്റ് ഉറുമാമ്പഴം ഷെയ്ക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പോമോഗ്രാനൈറ്റ്, പിന്നെ നല്ല ഫ്രിഡ്ജിൽ ഫീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാല്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല കട്ടിയായിട്ടുള്ളത് പാല്. പിന്നെ വേണ്ടത് പഞ്ചസാര 4 സ്പൂൺ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പഞ്ചസാര മധുരം കുറഞ്ഞിട്ടാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇതാകാം, അല്ല മധുരം കൂടുതലാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ പോമോഗ്രാനൈറ്റ് ഞാൻ ഒരു പോമോഗ്രാനൈറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പോമോഗ്രാനൈറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്ത് മിക്സിലൊന്ന് അടിച്ചെടുക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമുക്ക് നമ്മുടെ പോമോഗ്രാനൈറ്റ് ഉറുമാമ്പഴം നമുക്കിതിലേക്ക് ഇടാം. പിന്നെ നമ്മുടെ പാല് ഞാൻ കവറിൻ്റെ അകത്ത് നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല കട്ടിയിലുള്ളത്. അതും ഞാൻ ഇതിലേക്ക് ഇടുന്നു. കാരണം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കുറച്ചൊന്ന് പൊട്ടിച്ചെടുത്തത്. അത്രയും കട്ടി, നല്ല കട്ടിയിലായിരുന്നു. ഓക്കെ, പഞ്ചസാര ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പോമോഗ്രാനൈറ്റ് ഷെയ്ക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല കളറിലെല്ലാം ആയിട്ട് നല്ലൊരു, ആര് കണ്ടാലും ഒരു വെറൈറ്റി തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു വയലറ്റ് കളറ്, ലൈറ്റ് വയലറ്റ് കളറിൻ്റെ അകത്ത് നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എത്രയോ പെട്ടെന്ന് ഒരു ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായത്. ഈസിയിലെ സംഭവമാണ്. കാര്യം ആരും തന്നെ ചീത്ത പറയരുത്, ഇത്ര ഈസിയിലെ സംഭവമാണോ ഇത് ഒരു വീഡിയോ ഒക്കെ ഇട്ടതെന്നും പറയരുത്. കാരണം ഇത് അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇതിന് മുന്നിൽ തന്നെ എനിക്കറിയില്ലായിരുന്നു. എനിക്കിപ്പോഴും അറിയുന്നത് എങ്ങനെ ഉണ്ടാക്കേണ്ടതിലെ കാര്യം എനിക്കിപ്പോഴും അറിയുന്നത്. അതുപോലെ എന്നെ പോലെയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക്, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.